1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവെഴുത്ത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ തിരുവെഴുത്ത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയ വചനം ഒന്ന് പറഞ്ഞ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഒരു പ്രാവശ്യയുടെ ഉച്ചസ്വരത്തിൽ പറയാമോ? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ പെരുങ്കടവുള്ള ദേശത്ത് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പകൽക്കാലം പ്രിയപ്പെട്ടവരുടെ ദൈവസഭയിൽ നടന്ന പവർ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വചനം അറിയിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. ഈ സഭയെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ മഹായോഗത്താൽ അനേകർ വിടിവിക്കപ്പെടട്ടെ. ക്രൂശിൻ്റെ ശക്തി പലരെയും യേശുവിലേക്ക് ആദായപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവെഴുത്തിൻ്റെ കേൾവിക്ക് വേണ്ടി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. ഭൂമിയിൽ ഇതിനേക്കാൾ അപ്പുറത്ത് പറയാൻ പറ്റിയ ഒരു ബൃഹത്തായ സബ്ജക്റ്റ് വേറെ ഇല്ല. അതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ തറവാട് മുഴുവൻ വിറ്റാൽ കൊടുത്തു വീട്ടാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം ചങ്കിലെ ചോര കൊണ്ട് ദൈവനീതിക്ക് മറുവിലയായി വെച്ചു കൊടുത്ത് നമ്മെ വിടിവിച്ച യേശുവിൻ്റെ ക്രൂശിനെ ഇന്ന് രാത്രി ഉയർത്താൻ കൃപയുള്ളവരുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. താങ്ക് യു ലോർഡ്. അല്പസമയം ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷിക്കാൻ പോകുക, ഒന്നിച്ച് യേശുവിൻ്റെ ക്രൂശിനെ ഇന്ന് രാത്രി ഉയർത്താൻ പോകുക. ഫിലിപ്പോസ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ദേശത്ത് അന്ധകാര ശക്തി വിട്ടുമാറിയതുപോലെ എഫെസോസിലും കൊരിന്തിലുമൊക്കെ ചെന്ന് പൗലോസ് യേശുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ദേശം മുഴുവൻ വിടിവിക്കപ്പെട്ടതുപോലെ പിസിദ്യ അന്ത്യോക്യയിൽ പൗലോസ് പോയി തിരുവെഴുത്ത് പ്രസംഗിച്ചപ്പോൾ ഏകദേശം പട്ടണം മുഴുവൻ തിരുവെഴുത്ത് കേൾക്കാൻ വന്നതുപോലെ ആ വചനം നാട്ടിലെങ്ങും വ്യാപിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ എന്നോട് ചേർന്ന് ആ വിശുദ്ധ കര ഉയർത്തി 1-2 സ്തോത്രങ്ങൾ കർത്താവിന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി പെരുങ്കടവുള്ള ദേശത്ത് ഉയർത്തുകയാണ്. ആമേൻ. ഗദശമനായിൽ യേശു കർത്താവ് അറസ്റ്റ് വരിക്കപ്പെട്ടതിന് ശേഷം 5 മതകോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടൊരു തെറ്റും ചെയ്യാത്ത ദൈവകുഞ്ഞാടിനെ 39 പ്രാവശ്യം റോമൻ പട്ടാളക്കാർ തല്ലിക്കേറിയ കാര്യം ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരുന്നു. ഒടുവിൽ യേശു കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് മരക്കുരിശെടുത്ത് വെച്ചുകൊണ്ട് കാൽവറിയോളം നടന്നു നീങ്ങുന്ന കാഴ്ച വേദനാജനകമാകുന്ന കാഴ്ചയാണ്. ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ചില ഗൈഡുകൾ പറയുന്ന ചില വാർത്തകൾ കേട്ടാൽ നമ്മുടെ ഉള്ളം കരഞ്ഞു പോകും. കാര്യം യേശു കർത്താവിനെ ക്രൂശിക്കാനുള്ള അതിൻ്റെ മെയിൻ തടി ഗോൽഗോഥായിൽ ഇങ്ങനെ നാട്ടിവെച്ചിരിക്കുമ്പോൾ ലംബമായുള്ള തടി യേശു കർത്താവിൻ്റെ കൈ ഇങ്ങനെ വിരിച്ചിട്ട് ആ 2 കൈയും വിരിച്ചിട്ട് കയ്യിലേക്ക് ആ തടി വെച്ച് കെട്ടിക്കൊടുക്കും. എന്നിട്ട് ആ തടി എടുത്തുകൊണ്ടാണ് യേശു കർത്താവ് കാൽവറിയിലേക്ക് പോയത് എന്ന് അവർ പറയുന്ന വാർത്ത അത് ശരിയാണെങ്കിൽ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നൊരു വാക്യം ഇതിനോട് ഒത്തുവരും. കാര്യം ഈ 2 കൈയും ഇങ്ങനെ വിരിച്ച് യേശു കർത്താവ് ആ കാട്ടുമരം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുക, കയ്യിൽ അത് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. നടന്ന് യേശു കർത്താവ് പോകുമ്പോൾ യേശു താഴേക്ക് വീഴുന്ന സമയം മുഖം അടിച്ചാണ് യേശു കർത്താവ് വീഴുന്നത്. മുഖം അടിച്ച് യേശു കർത്താവ് വീഴുകയാണ്. നിങ്ങൾ നോക്കുക, മുഖം അടിച്ച് യേശു വീഴുമ്പോൾ മുഖത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുക. പട്ടാളക്കാർ വന്ന് താങ്ങി എഴുന്നേൽപ്പിച്ച് നോക്കിയാൽ മുഖത്തേക്ക് നോക്കിയാൽ വിരൂപമായി പോകും. അതുകൊണ്ട് ആ പ്രവാചകൻ എഴുതിയത് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എൻ്റെ യേശു വിരൂപനായി മാറി. കണ്ടാൽ യേശു ആണെന്ന് തോന്നുമാറ് എന്നല്ല, കണ്ടാൽ ഒരു മനുഷ്യനാണോ എന്ന് തോന്നുമാറ് എൻ്റെ യേശുവിൻ്റെ മുഖം വിരൂപമായി പോയി. അതെ പ്രിയരെ, സ്വർഗത്തിൻ്റെ മണിമകുടമായിരുന്നവൻ, ഷാരൂനിലെ പനിനീർ പുഷ്പത്തേക്കാൾ അഴകുള്ളവൻ, താഴ്വരകളിലെ താമരപ്പൂവിനേക്കാൾ അഴകുള്ളവൻ, കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ അഴകുള്ള എൻ്റെ കർത്താവ്, 10,000-ങ്ങളിൽ അതിസുന്ദരനായ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങേ അറ്റം വരെ വിരൂപനായി തീർന്നത് ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവനെ ഉയർത്താതിരിക്കാൻ കഴിയുകയില്ല. എന്നെ വിടിവിക്കുവാൻ, ഉലകത്തിൻ്റെ മുഴുവൻ പാപക്കറകളും കഴുകിക്കളയുവാൻ ഞങ്ങൾക്ക് വേണ്ടി വിരൂപനായി തീർന്ന നസറായനായ യേശുവേ, ഗോൽഗോഥായിൽ യേശു കർത്താവിനെ എത്തിച്ചതിന് ശേഷം യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയം യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ 7 മൊഴികൾ, അതാണ് ഇന്ന് രാത്രി ഞങ്ങൾ
പെരുങ്കടവുള്ള ദേശത്ത് ഉയർത്തുന്നത്. എൻ്റെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് വന്ന 7 മൊഴികൾ. പഴയ നിയമം പഠിച്ചാൽ സമാപന സമയങ്ങളിൽ ഭക്തന്മാർ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന വാക്കുകൾക്ക് അതിശക്തമായ പ്രത്യേകതയുണ്ട്. അത് അബ്രഹാം ആകട്ടെ, ഇസ്ഹാക്കാകട്ടെ, യാക്കോബാകട്ടെ, ഇങ്ങേയറ്റം ജോസഫ് ആകട്ടെ, അവരുടെ സമാപന സമയങ്ങളിലെ മൊഴികൾക്ക് ബൈബിൾ വളരെ വ്യക്തമായ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. യാക്കോബ് എന്ന് പറയുന്ന ഭക്തൻ 147-ാമത്തെ വയസ്സിൽ മരിക്കുന്ന സമയം തൻ്റെ മക്കളെയെല്ലാം അടുക്ക വിളിച്ചിട്ട് അവരോട് പ്രവചിച്ചു ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് മുഴുവൻ പറഞ്ഞിട്ടാണ് ആ ഭക്തൻ മരിക്കുന്നത്. മോശ പിസ്ഗായുടെ കൊടുമുടിയിലേക്ക് നടന്നു കയറുന്നതിന് മുമ്പ് തൻ്റെ സമാപന മൊഴികൾ ചെക്ക് ചെയ്താൽ അതിശക്തമായി ഓരോ ഗോത്രങ്ങളെയും അടുക്ക വിളിച്ച് താൻ ആലോചന പറയുന്നത് കാണാം. 110-ാമത്തെ വയസ്സിൽ ഈ മണ്ണ് വിട്ട് മാറ്റപ്പെടുന്ന ജോസഫ് മരിക്കുന്ന സമയം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവചിച്ചുകൊണ്ടാണ് താൻ മരിക്കുന്നേ, ഞാനിവിടെ മരിക്കുകയാ, പക്ഷേ യഹോവ നിങ്ങളെ സന്ദർശിക്കും. എന്തൊരു മരണം അതൊക്കെ അല്ലേ! ബോഷനെ നിന്നയാക്കരുത് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള മരണമല്ല, മറിച്ച് പ്രവചിച്ചിട്ട് മരിക്കുന്നൊരു ഭക്തൻ. യഹോവ നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ അടക്കപ്പെടുന്ന എൻ്റെ അസ്ഥികൾ കൂടി നിങ്ങൾ കൊണ്ടുപോകണം. ജോസഫ് പ്രവചിച്ചിട്ടാ ഈ മണ്ണിൽ നിന്ന് പോയത്. ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ച അതിശക്തനായ ദൈവദാസനായ കർത്തൃദാസൻ തോമസ് വേറിംഗ് കുറച്ചു നാളുകളായിട്ട് അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ തപ്പിച്ചെന്നൊരു പത്രത്തിൻ്റെ ന്യൂസ് റിപ്പോർട്ടർ കണ്ട കാഴ്ച ഹൃദയഭേദകമാ. മുട്ടുമടക്കിയിരിക്കുന്ന ഒരു അസ്ഥി കൂടമാ താൻ കണ്ടത്. കാര്യം ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ആത്മാവ് പറന്നുപോയി. ഓ റമ ശകരബഖന. ഞാൻ ഈ സ്റ്റേജിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഏതെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ചയിൽ വീർപ്പ് മുട്ടി ഇല്ലാതെയായി മണ്ണിൽ നിന്ന് പറന്നു പോകാനല്ല യേശു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ പ്രവചിച്ച് പറന്നു പോകുക, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പറന്നു പോകുക, ഇല്ലെങ്കിൽ ആരാധിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പറന്നു പോകുക, ഇല്ലെങ്കിൽ അവനെ ഉയർത്തി പറന്നു പോകുക. എങ്ങനെ പറന്നു പോയാലും വേല തികച്ചു പറന്നു പോവുക. പൗലോസ് ഈ മണ്ണ് വിട്ട് പറന്നു പോയത് റോമിൽ വെച്ചായിരുന്നു. അവസാനത്തെ ദൂത് കൂടെ പറഞ്ഞിട്ടാ പോകുന്നേ. അത് മൊത്തം പറഞ്ഞത് തിമോത്തിയോസിനോടാ. കൈവപ്പിനാൽ പ്രാപിച്ച കൃപാവരം ജ്വലിപ്പിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോയേക്കരുത്. എത്ര വർഷം മിനിസ് ചെയ്താലും വരങ്ങളോടുകൂടെ മിനിസ് ചെയ്തോണം. വിശ്വസ്ത മനുഷ്യരെ സെലക്ട് ചെയ്ത് മിനിസ്ട്രി ഏൽപ്പിച്ചോണം. കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെട്ടോണം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരുന്നോണം. പഥ്യവചനം പ്രസംഗിച്ചോണം. ഞാനിതൊക്കെ എഴുതാൻ കാര്യം എന്നറിയാവോ? പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോവാ. എൻ്റെ തലയറുക്കാനുള്ള സമയം അടുത്തു വന്നു കഴിഞ്ഞു. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗത്തിൽ എൻ്റെ രക്തമൊഴിക്കാൻ സമയമായി. അതുകൊണ്ട് അവസാനമായി എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ കത്ത് കിട്ടുമ്പോഴേ നീ പെട്ടെന്ന് ഓടിയെത്തണം. എനിക്കൊന്ന് കാണണം. നീ വരുമ്പം വെറുതെ വന്നേക്കരുത്. എൻ്റെ ബ്ലാങ്കറ്റ് 2 വർഷത്തിന് മുമ്പ് ഞാൻ അവിടെ വെച്ചതാ ത്രോവാസിൽ, എടുത്തോണ്ട് പോരണം. ധൈര്യത്തോടെ അവസാനത്തെ കുറിപ്പും കൂടി കുറിച്ചു കൊടുത്തു. സിംഹങ്ങളുടെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ കൃപ നിൻ്റെ കൂടെ ഇരിക്കുമാറാകട്ടെ. കേരളക്കരയിൽ ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്തൊരു ഭക്തനായൊരു അപ്പച്ചൻ ഈ മണ്ണ് വിട്ട് മാറ്റപ്പെട്ടപ്പോൾ സംഭവിച്ചൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ആ പ്രിയ പിതാവ് കൈവച്ച് ഒത്തിരി പേർ ദൈവകൃപയിലേക്ക് വന്നു. ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. ഒത്തിരി പേര് കൃപാവരത്താൽ ജ്വലിച്ചു. സമാപന സമയം വന്നപ്പോൾ ആ പിതാവിന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുവാൻ ശരീരത്തിന് ഊരില്ലാതെ വന്നപ്പോൾ ഒരു കൊട്ട കസേരയിൽ, ഇരുമ്പ് കസേര കൊണ്ട് സ്റ്റേജിലിട്ട് അതിൽ ഇരുന്നു കൊണ്ടാണ് സമാപന സന്ദേശങ്ങളെല്ലാം താൻ പ്രസംഗിക്കുന്നത്. ഒരു ചർച്ച് ഹോളിൻ്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട യോഗം വെച്ച് ആ ദൈവമനുഷ്യൻ ദൈവവചനം ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇരുന്നു കൊണ്ടാണ് പ്രസംഗമെങ്കിലും ദൈവശക്തി വ്യാപരിച്ചാൽ എഴുന്നേറ്റ് പോകും.
ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിച്ചപ്പോഴേ ചാടി എഴുന്നേറ്റു. ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. സഹോദരന്മാർ ചാടി എഴുന്നേറ്റ് ആരാധിക്കുമ്പോൾ അതിൽ ഒരു സഹോദരി അന്യഭാഷയിൽ ദൂതങ്ങോട്ട് പറയാൻ തുടങ്ങി. അന്യഭാഷ വ്യാഖ്യാനിച്ചു ദൂതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അപ്പച്ചന് മനസ്സിലായി ദൈവശക്തി ഇറങ്ങി അടുത്ത ജനറേഷൻ പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ പറഞ്ഞു പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സഹോദരി പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പച്ചൻ ആ കസേരയിലൊന്ന് ഇരുന്നു. ശരീരമെല്ലാം വെട്ടി വിയർക്കുന്നത് പോലെ ക്ഷീണാവസ്ഥയിലേക്ക് ആ സഭയിലെ പാസ്റ്റർക്ക് മനസ്സിലായി ഹൃദയസ്തംഭനത്തോട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു ഭാരം ആ ദൈവമനുഷ്യന് സംഭവിക്കുകയാണ്. ആ കർത്തൃദാസൻ ഈ അപ്പച്ചനെ താങ്ങി അങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് പാഴ്സനേജിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാ. ആ സഹോദരി പ്രവചിച്ചു കൊണ്ട് നിൽക്കുകയാ. വളരെ പെട്ടെന്ന് ആ ദൈവദാസൻ ഈ പിതാവിനെ കാറിലേക്ക് കയറ്റി തൻ്റെ കൈത്തണ്ടയിൽ കിടത്തി കാറ് വേഗം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ യോഗം കണ്ടിന്യൂ ചെയ്യുക. ഒരു തലമുറ പോകുന്നു, അടുത്ത തലമുറ വരുന്നു. ഇന്ന് രാത്രി പെരുങ്കടവിള ദേശത്ത് വെച്ച യോഗ അടുത്ത തലമുറയുടെ ആഗമനത്തിന് ഹേതുവാകണ. അഭിഷേകമുള്ള അടുത്ത തലമുറ എഴുന്നേൽക്കണ. കൃപാവരമുള്ള അടുത്ത തലമുറ എഴുന്നേൽക്കണ. പ്രവചന ശുശ്രൂഷയുള്ള അടുത്ത തലമുറ എഴുന്നേൽക്കണ. രോഗശാന്തി ശുശ്രൂഷയുള്ള അടുത്ത തലമുറ എഴുന്നേൽക്കണ. അടുത്ത ജനറേഷന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനം ഇതിൻ്റെ അകത്തുള്ളതിനാൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. അടുത്ത ജനറേഷൻ എഴുന്നേൽക്കട്ടെ. അതിവേഗം ആ കാർ ആശുപത്രിയിലേക്ക് പായുമ്പോൾ കൈത്തണ്ടയിൽ വിയർത്ത് കുളിച്ച് കിടക്കുന്ന പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഒരായുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്തൊരാളാണ് ഞാൻ. എല്ലാ ദിവസവും വേല കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാനൊരു പഴയ പാട്ട് പാടിയിട്ടാണ് കിടന്നുറങ്ങുന്നേ. ഇപ്പം പാടാനൊന്നും ഊരില്ല. പാടിത്തരാമെങ്കിൽ ഞാനൊന്നുറങ്ങാമായിരുന്നു. പാട്ട് ചോദിച്ചു, പറഞ്ഞു പഴയൊരു വരിയ നമുക്കും അറിയാം. എത്ര മാധുര്യം അവൻ നാമം എനിക്ക് പാർത്താൽ ഓർത്തു വരും തോറും എന്നാർത്തി മാഞ്ഞു പോകുമേ. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്, വാക്കുണ്ടെനിക്ക് തൻ്റെ നീക്കമില്ലതിനൊട്ടും. യേശു എൻ്റെ അടിസ്ഥാനം, ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. നമുക്കറിയാം പാട്ട്. അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുക. പാടുന്നതിൻ്റെ ഇടയിൽ അറിയാതെ അപ്പച്ചൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഏത് വരിയിലാണോ അറിയില്ല, ആ പ്രാവ് പറന്നുപോയി. ആ ആത്മാവ് പറന്നുപോയി. എത്ര മധുര്യമാവേ നാമം എനിക്കു പാർത്താൽ. Come on. എത്ര മാധുര്യമാവേ നാമം എനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. എത്ര മധുര്യമാവേ നാമം എനിക്കു പാർത്താൽ. എത്ര മധുര്യമാവേ നാമം എനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നേ. എത്ര പേർക്ക് ആ പാട്ടിൻ്റെ വരിയാണ്? അത് ഇന്നലെ സെറ്റ് ചെയ്ത പോലെ ഒന്ന് സെറ്റ് ചെയ്യാവോ? ഇന്നലത്തെ സെറ്റിങ്സ് നന്നായിരുന്നു. അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. എല്ലാവരും ചേർന്ന് ഒരു ആമയും പറഞ്ഞ് കർത്താവ്. ഒന്നുകിൽ പാടിയിട്ട് പറന്നു പോ, ഇല്ലേ ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പം പറന്നു പോ, ഇല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പറന്നു പോ. നിത്യതയുടെ കവാടം തുറക്കുമ്പം കാണാം. ഈ തലമുറയിൽ കർത്താവ് ഏൽപ്പിച്ച അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് അവസാനത്തെ മിനിസ്ട്രിയും ചെയ്ത് ഈ മണ്ണിൽ നിന്ന് പോകാതെ
അവസാനത്തെ മിനുസിയും ചെയ്യാതെ ഈ മണ്ണിൽ നിന്ന് പോവുകയില്ല എന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഉലകത്തിലെ ഞാനീ പറഞ്ഞ മനുഷ്യരും തിരുവെഴുത്തിലെ വിശുദ്ധന്മാരും കണ്ണടഞ്ഞപ്പോൾ പറഞ്ഞ സമാപനമൊഴിക്ക് വാല്യമുണ്ടെങ്കിൽ എന്നെ വിടുവിക്കാൻ മണ്ണി വന്ന നസറായൻ പറഞ്ഞ പദങ്ങളുടെ ആഴം എത്ര ഉയർന്നതാണ്. രണ്ട് കൈയും വലിച്ചു നീട്ടി കൈയിലേക്ക് ആണി ആഴ്ന്നിറങ്ങുമ്പോൾ ആണിയും ചുറ്റികയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ശബ്ദം ഗോൽഗോഥായിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ അവിടെ തുടങ്ങുന്നു യേശു കർത്താവിൻ്റെ 7 മൊഴിയിൽ ഒന്നാമത്തെ മൊഴി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒന്നാമത്തെ മൊഴി അതാ, പിതാവേ. നടുവിലത്തെ മൊഴി ദൈവമേ. ഒടുവിലത്തെ മൊഴി പിതാവേ. ആണിയടിക്കുന്നവരും കണ്ടു നിൽക്കുന്നവരും ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ശബ്ദം, ക്ഷമിക്കണമേ. സാധാരണ യഹൂദൻ അവന് നാവ് വഴങ്ങുന്ന പ്രായം മുതൽ ആ കുഞ്ഞ് പറഞ്ഞു പഠിച്ച് പഴകിയ കുറെ പദങ്ങളുണ്ട്. മോശയുടെ ധർമ്മശാസ്ത്രത്തിലെ പദങ്ങൾ. കണ്ണിന് പകരം കണ്ണ്, ചോരയ്ക്ക് പകരം ചോര, ജീവന് പകരം ജീവൻ, അസ്ഥിക്ക് പകരം അസ്ഥി, പകരത്തിന് പകരം. ഇതാ യഹൂദൻ പഠിച്ച പഴമൊഴി. യഹൂദന്റെ രക്തത്തിൽ കിടക്കുന്നത് അതാണ്. ജീവൻ എടുത്തോ, തിരിച്ചു ജീവൻ എടുത്തിരിക്കും. മോശയുടെ ധർമ്മശാസ്ത്രത്തിലെ ദൂത. ഇങ്ങനെ പക വെച്ചുകൊണ്ട് നിൽക്കുന്ന കൊച്ചുനാൾ മുതൽ പഠിച്ചു പഴകിയ യഹൂദന്റെ കാതിൽ ജീവിതത്തിൽ ആദ്യമായി മുഴങ്ങിയെത്തിയ ഒരു ശബ്ദം, ക്ഷമിക്കണമേ. ഇങ്ങനെ പറയാൻ ഒറ്റയാക്കേ കഴിയൂ. അവന്റെ പേരാ യേശു. ഗതശമനായിൽ രക്തം വിയർക്കുമ്പോൾ പിതാവ് മുഖം മറച്ചു കളഞ്ഞു കാണും. കാര്യം രക്ഷണ പ്രവൃത്തിയുടെ പൂർത്തീകരണമാ. അർത്ഥനഗ്നനാക്കി വില്ല് പോലെ വളച്ചു നിർത്തി ഗബ്ബത്തായിൽ ഓരോ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോ പിതാവ് മുഖം മറച്ചു കാണും. കാര്യം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. അടി കഴിഞ്ഞ് രക്താംബരം ധരിപ്പിച്ച് കൊണ്ടു നിൽക്കുമ്പോ പിതാവിന് സഹിക്കാനൊക്കത്തില്ല. പക്ഷേ മുഖം മറച്ചു കാണും, എന്നെ വിടുവിക്കാൻ വേണ്ടി. കാട്ടുമരവുമായി താഴെ വീണ് മുഖമടിച്ച് വീണ് മുഖത്തിൽ തകർന്ന് തകർന്ന് തരിപ്പണമായി വിരൂപമാകുമ്പോ പിതാവ് പിടിച്ചു നിന്ന് കാണും, എന്നെ ഓർത്തിട്ട്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന വചനം പോലെ എന്നെ ഓർത്തപ്പോൾ നസറായനെ മറന്നുപോയി. കയ്യിലാണിയാടുന്നിറങ്ങുമ്പോ സ്വർഗം ചലനശേഷി അറ്റതുപോലെ നിന്ന് കാണും. അവിടെ കിടന്നുകൊണ്ട് യേശു കർത്താവ് ആണിയാടുന്നിറങ്ങുമ്പം വിളിക്കുക, പിതാവേ ഇവരറിയാതെ ചെയ്യുന്നതാകയാൽ. അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ പറഞ്ഞു, ആ ജീവനായകനെ അവൻ ആരായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. ആണി അടിക്കുന്നവർക്ക് വേണ്ടിയും ക്ഷമാപണം നടത്തുന്ന ഏകനാമം യേശു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, കരങ്ങളിൽ ആണി ആഴ്ന്നിറങ്ങുമ്പോഴും ആണി അടിക്കുന്നവർക്ക് വേണ്ടി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒറ്റ നാമം ഈ മണ്ണിലുണ്ടെങ്കിൽ അതെൻ്റെ യേശുവിൻ്റെ നാമമാകയാൽ എന്നെ കേൾക്കുന്ന സഹോദര, പാപത്തിൽ കൈ കഴുകി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പാപമെന്ന പാമ്പ് കൊത്തി നിങ്ങളുടെ കഴുത്തിൽ ചുറ്റിയിരിക്കുകയാകാം. ഒരു പക്ഷേ ആ പാപം ആർക്കും കഴുകി വെടിപ്പാക്കാൻ ഒക്കത്തില്ല എന്നുള്ള ചിന്തയിൽ ഇനി എനിക്കൊരു ദൈവത്തെയും വേണ്ട എന്ന് പറഞ്ഞ്
നീ ഒരു നിരീശ്വരവാദത്തിന്റെ ചുഴിയിൽപ്പെട്ട് ഉഴലുന്ന വ്യക്തിയാകാം. അല്ല, നിന്റെ ജീവിതം കൊണ്ട് ഒരർത്ഥമില്ല എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം എവിടെയെങ്കിലും തീരട്ടെ എന്നുള്ള ചിന്തയിൽ മൂവ് ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ഇന്ന് രാത്രി യേശു നിങ്ങളോട് പറയുക, ആ സദ്വർത്തമാനം ഞങ്ങൾ ഇന്ന് രാത്രി അറിയിക്കുകയാ. വേണ്ട, ഒരു സ്റ്റെപ്പും കൂടി നീ വെക്കണ്ട. നിന്റെ കാതിൽ ഇന്ന് രാത്രി ഒരു ശബ്ദ, നിനക്ക് വേണ്ടിയോ പിതാവിനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അഭയയാതന കഴിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണ്. ക്ഷമ സൗഖ്യത്തിൻ്റെ എൻട്രൻസ് ആണ്. ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ പകവ്രണമാകും. പകവ്രണമായാൽ വ്രണം പിശാചിനിരിക്കാനുള്ള സീറ്റാകും. പിശാച് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നീ പ്രാർത്ഥിച്ചാൽ ആ പിശാച് പോത്തില്ല. പോകണോ? ക്ഷമിച്ചേ പറ്റൂ. നീ ക്ഷമിക്കാമെങ്കിൽ ഇന്ന് രാത്രി വിടുതലുണ്ടാകും. ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുവെങ്കിൽ യേശു നിന്നെ സ്വാഗതം ചെയ്യുക. ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ, നീയും ക്ഷമിക്ക. ഒരു ചെറിയ വിഷയത്തിൽ വലിയ പ്രോബ്ലം സൃഷ്ടിച്ചുകൊണ്ട് പിണങ്ങി മാറിയിരുന്ന് പിശാചിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്ത് നരകാഗ്നിയിലേക്ക് പോകാതെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ മാടി വിളിക്കുകയാ. ക്ഷമിക്കുവാനുള്ള ഹൃദയം ഇന്ന് രാത്രി അവൻ നിൻ്റെ മേൽ വെച്ച് പിടിപ്പിക്കുകയാ. ആണി അടിക്കുന്നവന് വേണ്ടിയും ക്ഷമിക്കുവാൻ അപേക്ഷിച്ച എൻ്റെ നസറായൻ്റെ മുമ്പിൽ ആ കരം എന്നോട് ചേർന്നൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ദൈവത്തോട് പറ, കർത്താവേ ക്ഷമിക്കുവാനുള്ളൊരു കൃപ എനിക്ക് തരണമേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ലോർഡ് ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ, ക്ഷമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആശ്ചര്യപ്പെട്ടു പോയി. ഒന്നാമത്തെ മൊഴി കേട്ട് യഹൂദൻ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലേക്ക് നോക്ക്, രണ്ട് കള്ളന്മാരെ അപ്പുറയും ഇപ്പുറയും ക്രൂശിച്ചിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, രണ്ടു പേരും യേശു കർത്താവിനെ നിന്ദിച്ചു. അതിലൊരാൾ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യം നിന്നെ രക്ഷിക്കും, പിന്നെ ഞങ്ങളെയും കൂടി രക്ഷിക്കും. എന്ന് മറ്റേ ഭാഗത്ത് കിടക്കുന്ന കള്ളൻ പറഞ്ഞു, നമ്മൾ സമശിക്ഷാവിധിയിലായിരിക്കുന്നു, എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ ആ ഭാഗമൊന്ന് ശ്രദ്ധിച്ച്. ഒരുവൻ പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ ആദ്യം രക്ഷിക്കുക, പിന്നെ ഞങ്ങളെ രക്ഷിക്കുക. ഓക്കെ. എന്നാൽ മറ്റേ ഭാഗത്ത് കിടന്ന കള്ളൻ പറഞ്ഞത്, നമ്മൾ സമശിക്ഷാവിധിയിലായിരിക്കുന്നു, പക്ഷെ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ ഭാഗം ശ്രദ്ധിച്ച്, അരുതാത്തതൊന്നും. ഇതാരാ പറയണേ? ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാരിൽ ഒരുവനാ ഇത് പറയുന്നത്. സ്തോത്രം. ഏത് വശത്തെ കള്ളനാണെന്ന് ബൈബിള് പറഞ്ഞിട്ടില്ല. വശമല്ല വിഷയം, അനുതാപമാ വിഷയം. ഹല്ലേലൂയ. വശമല്ല വിഷയം, അനുതാപം. പക്ഷെ ഒരു കാര്യം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. കാര്യം, അനുതപിച്ചത് കള്ളനാ. കള്ളൻ അനുതപിച്ചിട്ട് പറയുന്ന ഒരു സത്യം മറ്റവനോടാ പറയുന്നത്, നമ്മൾ സമശിക്ഷാവിധിയിൽ, ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തിട്ട് കുറ്റക്കാരായതാ, പക്ഷെ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്താ കാഴ്ചപ്പാടല്ലേ? ഇത്രയും കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവൻ കള്ളനായി പോയല്ലോ. ഇത്രയും കാഴ്ചപ്പാടേതാ? ഈ നടുവിലത്തെ ക്രൂശി കിടക്കുന്നവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല.
ഞാൻ ചിലരോടൊക്കെ സംസാരിക്കുമ്പം പറയാം, കള്ളൻ്റെ അത്രയും കാഴ്ചപ്പാടുണ്ടെങ്കിൽ തന്നെ പറുദീസ തുറക്കും. അധികമൊന്നും കാഴ്ചപ്പാടുമുണ്ട്, ഇത്രയും ഒരു കാഴ്ചപ്പാട് മതി. നമ്മൾ തെറ്റുകാരാ, പക്ഷെ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തേ ഇവൻ ഇതെങ്ങനെ പിടുത്തം കിട്ടി? ഒരുപക്ഷെ വിസ്താര സഭ കൂടിയിരുന്ന് വിസ്തരിക്കുന്ന സമയത്ത് ഇവൻ കേട്ടോ? യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് യേശു കൊടുത്ത ആൻസർ? അതോ ക്രൂശീകരണ സമയത്ത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു കർത്താവ് ഇവർക്ക് വേണ്ടി അഭയാചന കഴിക്കുന്നത് ഇവൻ കണ്ടോ? അതോ ഈ ക്രൂശിന്റെ അറ്റത്ത് എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ അവൻ വായിച്ചിട്ടാണോ ഇവൻ യഹൂദന്മാരുടെ രാജാവ്? എൻ്റെ സഹോദര, ഒന്നുകിൽ കേട്ടിട്ട് മനസ്സിലാക്കി, ഇല്ലേ വായിച്ചിട്ട് മനസ്സിലാക്കി. യേശു നീതിമാൻ. എന്നിട്ട് ഇവൻ ഇവിടെ കിടന്നുകൊണ്ട് ഒരൊറ്റ വിളിയാ, ഗുരു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്നല്ല, എന്നെ ഓർക്കണം. അപ്പുറത്തെ കള്ളൻ എന്താ പറഞ്ഞത്? നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യം നിന്നെ രക്ഷിച്ചിട്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കുക. ഈ ഞങ്ങൾ പരിപാടി കർത്താവിനില്ല. രക്ഷ വ്യക്തിപരമാണ്. ഇവനെന്താ വിളിക്കുന്നത്? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കണം എന്നല്ല, പിന്നെ എന്നെ ഓർക്കണേ. ഹല്ലേലൂയ. രക്ഷ വ്യക്തിപരമാ, നിർബന്ധത്താലല്ല. വചനം നിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. നിനക്ക് സ്നാനപ്പെടണോ? ആരുടെയും നിർബന്ധത്താലല്ല, സ്വയമായി തോന്നണം. നിങ്ങൾ സ്നാനപ്പെട്ടില്ലേ? സഭകൾ കാലിയായി കിടക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ സ്നാനപ്പെട്ടില്ലേ? സഭകൾ പൂട്ടുകയുമില്ല. സഭ സഭയായി തന്നെ ഭൂമിയിൽ ഉണ്ടായിരിക്കും. നീ സ്നാനമേറ്റാൽ നിനക്ക് യേശുവിൻ്റെ കൂടെ ചേരാം. ഇതാരുടെയും നിർബന്ധമല്ല. വചനം ക്രിയ ചെയ്യുമ്പോൾ നീ തന്നെ വരികയാ. നിത്യതയ്ക്ക് പോകണോ? തടസ്സം മറ്റാരുമില്ല, നമ്മൾ തന്നെയാ. അവിടെ ചെല്ലുമ്പോൾ ന്യായവിധി ദിവസത്തിൽ കൂട്ടായിട്ടല്ല ന്യായവിധി, വ്യക്തിപരമായി അവൻ്റെ മുമ്പിൽ ചെല്ലണം. സാം ജോസഫ്, ഞാൻ തന്നെ അവൻ്റെ മുമ്പിൽ ചെല്ലണം. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം കൂടി തുറന്നു. പേർ വിളിക്കും, നേരം കാണും, എൻ പേരും. സമയമില്ലല്ലേ, ഞാൻ ഈ പാട്ടൊക്കെ പാടിപ്പോയാൻ. ഇനി അരമണിക്കൂർ കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്താൻ പോവാ. പേര് വിളിക്കും. എത്ര പേർ ഉറപ്പിക്കും പേര് വിളിക്കുക? ഇവിടെ വക്കാലത്ത് പിടിക്കാൻ ഒത്തിരി പേര് കൂടെ കാണും കേട്ടോ. അവിടെ ഈ പറഞ്ഞ ആരും കാണില്ല. നീ ഒറ്റയ്ക്ക് അവൻ്റെ മുമ്പിൽ നിന്ന് ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത് ഇവിടെ കണ്ടുകൊണ്ട് ജീവിച്ചാൽ വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാ. പാർത്താലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. നിന്റെ പേര് പലർക്കും അലർജിയാണോ? നിന്റെ പേര് യേശുവിനെ ടേസ്റ്റ് ചെയ്യാം. ഉറപ്പുള്ള ദൈവമക്കൾ എന്നോട് ചേർന്ന കരം ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം. നീ കണക്ക് കൊടുക്കേണ്ടതും ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ്. ഇതൊക്കെ അകത്ത് കയറുമ്പോഴാണ് യേശു കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഓടാൻ വേണ്ടി നിന്റെ ഉള്ളം വെമ്പൽ കൊള്ളുന്നത്. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടി ഓർക്കണം. ഇവന്റെ പ്രാർത്ഥന, യേശു എന്ന് രാജത്വം പ്രാപിച്ചു വരുമോ അന്ന് ഓർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്.
യേശുവിൻ്റെ രണ്ടാമത്തെ മൊഴി അവനോടാ, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിലിരിക്കും. അന്ന് ഓർക്കുന്ന കാര്യമാണ് പറഞ്ഞതെങ്കിൽ യേശു ഇന്ന് ഓർക്കുക. അവൻ്റെ പ്രാർത്ഥന അതുപോലെയാണ് യേശു സ്വീകരിക്കുന്നതെങ്കിൽ ഓർക്കാൻ നേരായിട്ടില്ല. ആമേൻ. അതോ യേശു കർത്താവ് അവിടെ കിടന്നുകൊണ്ട്, മകനെ നീ ഏതായാലും ആയുസ് മൊത്തം കള്ളത്തരമൊക്കെ ചെയ്ത് ജീവിച്ചൊരാളാണ്, പക്ഷേ അവസാനം ഒന്ന് അനുദപിച്ചല്ലോ, നീ സമാധാനമായിട്ടങ്ങ് മരിക്കുക, ഞാൻ അവിടെ ചെല്ലട്ടെ, പിതാവിനോടൊന്ന് കാര്യം പറഞ്ഞ് എങ്ങനെയും നിന്നെ നരകത്തിൽ പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റുമോനെ എന്നാണോ യേശു പറയുന്നത്? പിലാത്തോസേ, ഒറിജിനൽ ജഡ്ജ്മെന്റ് കാണുന്നേ കാൽവറി വരെ വാ. ഒറിജിനൽ ന്യായവിധി കാണണമെങ്കിൽ കാൽവറി വരെ വാ. കള്ളത്തരത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് മരണത്തിന് പട്ടാളക്കാർ വന്ന് കാലൊടിച്ച് കൊല്ലാൻ വേണ്ടി സമയമായി കിടക്കുന്നവനെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് പറുദീസായുടെ കവാടത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒറിജിനൽ ജഡ്ജ്മെന്റ്, അതാ യേശുവിന്റെ ന്യായവിധി. മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞതാണെങ്കിൽ ഇന്ന് രാത്രി സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാണ്. രക്താംബരം പോലെ കടുംചുവപ്പായ പാപം ചെയ്ത് തകർന്ന നിന്നെ മനുഷ്യൻ അമ്മാനമാടുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ചേർത്തണയ്ക്കാൻ യേശു തയ്യാറാണ്. ആർക്കും എന്നെ വേണ്ട എന്ന് പറഞ്ഞ് മദ്യത്തിൽ ആശ്രയിച്ച് മതോന്മത്തനായി ജീവിതം തീർക്കാൻ ശ്രമിച്ച നിന്നെ യേശു ആവശ്യപ്പെടുകയാ, വരാമോ? നിന്റെ കൈ എനിക്ക് തരാമോ? നീ എന്റെ മകനായി മാറാൻ പോകുകയാ. എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആര് തള്ളിയാലും ഞാൻ നിന്നെ തള്ളില്ല മകനെ, നീ എന്റെ പ്രാണന്റെ വിലയാ. അന്യഭാഷകളിൽ അല്പസമയം പ്രാർത്ഥിച്ച് പാറ പോലെ ഇരിക്കുന്ന ചില ഏറിയകളെ ഇന്ന് രാത്രി തമ്പുരാൻ വചനം കൊണ്ട് പൊട്ടിക്കാൻ പോകുകയാ. വചനത്തിന്റെ ചുറ്റിക കൊണ്ട് കർത്താവ് അടിത്തറകൾ ഇളക്കി കളയാൻ പോകുകയാ. ചിലതിനെ ആർക്കും വേണ്ട എന്നുള്ള വ്യാജേന പിശാച് നരകത്തിലേക്ക് വലിച്ചോണ്ടിരിക്കുമ്പോൾ, ഹേ സാത്താനെ, നിന്റെ തലയെ കാൽവറിയിൽ തകർത്ത നസറായനായ യേശുവിന് എന്റെ ഈ ജനത്തെ ആവശ്യമാണ്. ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇതുവരെയുള്ള അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ നീ വന്നാൽ നിന്റെ വിടുതലിൻ്റെ സമയമാണ്. മാറ്റിവെക്കില്ല. എന്നൊരു ചോദ്യം നിനക്കുണ്ടെങ്കിൽ ആൻസർ ഇന്ന്. എപ്പോൾ എന്നൊരു ക്വസ്റ്റ്യൻ നിനക്കുണ്ടെങ്കിൽ ഒറ്റ ആൻസർ, ഇപ്പോൾ. മരണഭീതി കൊണ്ട് ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ മരണത്തെ ജയിച്ചവൻ നിന്നെ തൊടാൻ പോവാ. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. മരണം വേട്ടയാടുന്നൊരു വീട്. എല്ലാ വർഷവും മാർച്ച് മാസമാകുമ്പോൾ ആ വീട്ടിലൊരു ആത്മഹത്യ നടക്കുകയാണ്. 2-ാം വർഷം മാർച്ച് മാസമാകുമ്പോൾ മറ്റൊരാൾ ആത്മഹത്യ ചെയ്തിരിക്കും. 3-ാം മാസം മാർച്ച് ആകുമ്പോൾ മറ്റൊരാൾ ആത്മഹത്യ ചെയ്തിരിക്കും. 3 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഒരു മുറിയിൽ വീട്ടിലെ 3 എണ്ണം ആത്മഹത്യ ചെയ്തൊരു വീട്. ആ വീട്ടിൽ വിവാഹം കഴിച്ചു വന്ന മരുമകൾ ആ വീട്ടിൽ പാർക്കാൻ ഭയമായി വീട് വിട്ട് മാറി. 2 ആൺകുഞ്ഞുങ്ങൾ. വീട് പൂട്ടിയിട്ടു. അവസാനം ആ വിഷയം ഞങ്ങളുടെ അടുത്ത് വന്നു. പാസ്റ്റർ, ഓരോ മാർച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം? ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, യേശു വിടിവിക്കും. കൊന്ന് കൊലവിളി നടത്തുന്ന ശാപത്തിൻ്റെ കെട്ടഴിക്കാൻ യേശുവിനെ കഴിയത്തുള്ളൂ. യെസ് യെസ്.
കൊന്ന് കൊലവിളി നടത്തുന്ന ദുരാത്മാവിൻ്റെ ശക്തികളെ അഴിച്ചുവിടാൻ ഭൂമിയിൽ ശക്തി ഒറ്റയാക്കേയുള്ളൂ, അത് യേശുവിനാണ്. പാരമ്പര്യമായി മരണം വേട്ടയാടുന്ന അന്ധകാരത്തിൻ്റെ ശാപങ്ങളെ ഇന്ന് രാത്രി ശാസിക്കാൻ അധികാരമുള്ള യേശു ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. അവൻ നിന്നെ തൊടാതെ പോകയില്ല. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആത്മാവിൽ ഒന്ന് പോരാടുക. മരണം നിന്ന് നിലവിളിക്കുന്ന അന്ധകാരത്തിൻ്റെ ശാപങ്ങളെ ഇന്ന് രാത്രി അഴിക്കാൻ ക്രൂശിക്കപ്പെട്ട യേശുവിന് കഴിയോ? അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതാണ്. ഞാൻ പറഞ്ഞ വീട്ടിൽ ഞാൻ വരാം, പ്രാർത്ഥിക്കാം, നിങ്ങളൊപ്പം വന്നാൽ മതി. അവർ പറഞ്ഞോ, പേടിയ പാസ്റ്റർ വീട്ടിൽ കയറുവാൻ, ചാവി തരാം, പോയി പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കും. ഞാൻ ആ ചാവിയായിട്ട് ആ വീട്ടിൽ പോയി തുറന്നു. പിശാചിൽ നിന്ന് നൃത്തം ചവിട്ടുന്നൊരു വീട്. അകത്ത് കയറി കൈ ഉയർത്തിയ പാരമ്പര്യ ശാപത്തെ കൈ ഉയർത്തി ശാസിച്ചു. ആ വീടിൻ്റെ വിടുതലന്ന് പകൽ നടക്കുകയായിരുന്നു. അവർ സഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. തലമുറകളുടെ കെട്ട് അഴിയാൻ തുടങ്ങി. വിദേശ വഴികൾ തുറക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുകയാണ്, മരണത്തെയും പാതാളത്തെയും ജയിച്ച യേശുവിൻ്റെ കര, നരകത്തിൻ്റെ മുഴുവൻ ശക്തിയെയും ആയുധവർഗം വെപ്പിച്ച എൻ്റെ യേശുവിൻ്റെ കര പെരുങ്കടവിള ദേശത്ത് മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ചില കുടുംബങ്ങളിലേക്ക് ഇന്ന് രാത്രി വചനമായി നിറഞ്ഞുകയാ. കർത്തൻ നീ, കരങ്ങൾ ഉയർത്തിക്ക്, കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവേ, എല്ലാ മുട്ടും മടങ്ങ്, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങ്, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. He's Lord, He's Lord. He has risen from the dead and He's Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. ആ വരിയൊക്കെ പാടുമ്പോൾ ഒരു ജീവനുണ്ടല്ലേ? അവൻ കറക്റ്റ്. അവൻ മരണത്തെ ജയിച്ചവനാണ്. ജീസസ് ഈസ് എലൈവ്. മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവനെ പറുദീസയുടെ കവാടത്തിലേക്ക് മാറ്റിയ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ മൊഴി, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ക്രൂശിന്റെ മുമ്പിൽ 2 പേർ നിൽക്കുന്നു. 1 യോഹന്നാൻ, 2 യേശുവിൻ്റെ അമ്മ മറിയാം. 3-ാമത്തെ മൊഴി അവിടെയാ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ. 3-ാമത്തെ മൊഴി. ബൈബിൾ പറയുന്നു, അന്നു മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു. അതെന്താ? വീട്ടിൽ കൈക്കൊള്ളാൻ വേറെ മക്കളൊന്നുമില്ലായിരുന്നു.
യാക്കോബ്, യോസെ, യൂദ, ശീമോൻ 4 മക്കൾ വേറെ ഉണ്ട്. മക്കളില്ലായ്മയൊന്നുമല്ല, അവർ സ്വീകരിക്കില്ല മറിയെ. എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ ചുമന്നുകൊണ്ട്. സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ ക്രൂശിൽ വെച്ച് മറിയയ്ക്കൊരു വീട് കൊടുത്തിട്ടാ യേശു കണ്ണടച്ച്. യേശു കർത്താവിനെ ചുമന്നതാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നന്മ നിറഞ്ഞവളെ എന്നല്ല, കൃപ ലഭിച്ചവളെ. നന്മ നിറഞ്ഞ ഒറ്റയാളെ ഉള്ളത് യേശുവാ. ബാക്കി സകലർക്കും ഇങ്ങേയറ്റം മറിയ മുതൽ ഇവിടെ ഞാൻ വരെ കൃപ ലഭിച്ചതാണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ചെയ്ത ദാനം. അതുകൊണ്ട് പോൾ തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നു, കൃപയും കരുണയും ഉണ്ടാകുമാറാകട്ടെ. കൃപയെന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് തന്നു. കരുണ എന്ന് പറഞ്ഞാൽ അർഹിച്ചത് തന്നില്ല. മനസ്സിലായില്ല? കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്തത് തന്നു. കരുണയെന്ന് പറഞ്ഞാൽ നീ നരകം അർഹിച്ചത്, അത് തന്നില്ല. അർഹിച്ചത് തന്നില്ല, അർഹിക്കാത്തത് കിട്ടി. കമോൺ, കൃപയും കരുണയും. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരൊക്കെ കൈ കൊടുത്തിട്ട് പറ, കൃപയും കരുണയും ഉണ്ടാകുമാറാകട്ടെ. ഒന്നുകൂടെ പറഞ്ഞേ, കൃപയും കരുണയും ഉണ്ടാകുമാറാകട്ടെ. യേശു കർത്താവിനെ ഉദരത്തിൽ ചുമന്നത് മൂലം യാക്കോബും യോസയും യൂദായും ശീമോനും ഒന്നും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ല. അന്നും ഇന്നും എന്നും അങ്ങനെയാ. വഴി സൈഡിൽ തകർന്ന് തമ്പടിച്ചു പോയാ ആർക്കും പ്രശ്നമല്ല. പക്ഷെ യേശുവിനെ സ്വീകരിച്ചു പോയോ പ്രശ്നമാ. മദ്യപാനി എന്നും മദ്യപാനത്തിൽ തന്നെ ജീവിതം കൊണ്ടുപോയാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ യേശു അവനെ തൊട്ടവൻ മദ്യപാനം വിട്ട് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയ ഒരു ബുദ്ധിമുട്ടാണ്. സഹോദര, എല്ലാവർക്കും ആഗ്രഹം നീ തകരണം, നിന്റെ വീട് മുടിയണം. യേശുവിന് ആഗ്രഹം നീ നന്മ അനുഭവിക്കണം. യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ട് തള്ളപ്പെട്ടവർ ഒത്തിരി പേര് ഈ മണ്ണിലുണ്ട്. യേശു കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് രക്തസാക്ഷിത്വ മരണം വരിക്കേണ്ടി വന്നവർ ഒത്തിരി പേര് ഈ മണ്ണിലുണ്ട്. കോടിക്കണക്കിന് ഭക്തന്മാരുടെ രക്തം ക്രിസ്തു മുഖാന്തരം ഭൂമിയിൽ വീണിട്ടുണ്ട്. ഉദ്ധാരണം കൈക്കൊള്ളാമായിരുന്നു, പക്ഷേ ക്രിസ്തുവിനെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ധാരാളം ഭക്തന്മാർ ഈ മണ്ണിലുണ്ട്. കാണാം നമുക്കവരെ അവൻ്റെ വരവിങ്കൽ. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ ഭക്തന്മാരെ. ഈജിപ്തിലെ സീനായ് മലയുടെ അടിവാരത്തിൽ നാം എത്തുമ്പോൾ സെന്റ് കാതറിൻ മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു ആശ്രമം നമുക്ക് കാണാം. 33 സന്യാസിമാർ സന്യസിച്ചുകൊണ്ട് ഈജിപ്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൊണാസ്ട്രി, ഗ്രീക്ക് ഓർത്തഡോക്സ് മൊണാസ്ട്രി. തിരുവെഴുത്തുകളെ പകർത്തിയെഴുതുന്ന ശുശ്രൂഷയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൊണാസ്ട്രിക്ക് സെന്റ് കാതറിൻ മൊണാസ്ട്രി എന്ന പേര് വരുവാൻ കാരണമുണ്ട്. ഈജിപ്തിലെ ചക്രവർത്തി നാടുപാടുകൊണ്ടിരിക്കുന്ന സമയം ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൊച്ചു പെൺകുട്ടി കാതറിൻ. അവൾ യേശുവിനെ ആരാധിച്ചു. അവിടെ ജ്ഞാനം അഗാധമായിരുന്നു. ചക്രവർത്തി തിരുമനസ് പാലസിലെ ജ്ഞാനികളെയെല്ലാം വിളിച്ചിരുത്തിയിട്ട് അവളുമായി വാദിക്കാൻ സമയം കൊടുത്തു. 19-20 വയസ്സ് പ്രായമുള്ള കാതറിൻ എന്ന് പറയുന്ന ദൈവജ്ഞാനിയാകുന്ന ആ പെൺകുട്ടിയോട് വാദിച്ചിട്ട് അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അത്ര ജ്ഞാനമായിരുന്നു അവൾക്ക്. സ്തേഫാനോസ് പറഞ്ഞ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ നമ്മുടെ അച്ചാച്ചന്മാർക്ക് കഴിഞ്ഞില്ല കേട്ടോ. അവസാനം ചക്രവർത്തിക്ക് മനസ്സിലായി അവൾ ഈജിപ്റ്റ് ക്രിസ്തുവിൻ്റെ നാമം കൊണ്ട് നിറയ്ക്കും, അവളെ കൊല്ലുകല്ലാതെ വേറെ വഴിയില്ല. ചക്രവർത്തി അവളോട് ആജ്ഞാപിച്ചു, യേശുവിൻ്റെ നാമം വിട്ടേച്ചു നീ തിരിച്ചു വരണം, ഇല്ല എങ്കിൽ നിന്റെ മുമ്പിൽ വധശിക്ഷ മാത്രമേ ഉള്ളൂ. അവൾ തീർത്തു പറഞ്ഞു, ഒരിക്കലും യേശു എന്ന നാമത്തെ ഇട്ടേച്ച്
നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ചക്രവർത്തി പറഞ്ഞു, നിന്റെ മരണം അതിദാരുണമായിരിക്കും. അവൾ പറഞ്ഞു, ഓക്കെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര ശ്രമിച്ചിട്ടും അവളെ പിന്തിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. അവസാനം ചക്രവർത്തി അവളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു. കാതറിൻ, നീ സൗന്ദര്യമുള്ള ഒരു യുവതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ് നീ പുറകോട്ട് വന്നാൽ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാം, എൻ്റെ പത്നിയായി നിനക്ക് വിഹരിക്കാം അരമനയിൽ. ആലോചിച്ചിട്ടല്ല അവൾ ആൻസർ ചെയ്ത്, അപ്പോൾ തന്നെ ആൻസർ ചെയ്തു. അപ്പോൾ തന്നെ, എനിക്കൊരൊറ്റ മണവാളനേ ഉള്ളൂ. ദൈവസഭ, ദൈവമക്കളെല്ലാം ആ മണവാളനാകുന്ന യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി നിറഞ്ഞേ മതിയാകും. ശാരോനിൽ പാനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പാതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പാതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ മണവാളനായ നമ്മുടെ കർത്താവിന്, ശാരോനിൻ പനിനീർ പുഷ്പത്തേക്കാൾ സൗന്ദര്യമുള്ള നമ്മുടെ കർത്താവിന് 10,000 ശ്രേഷ്ഠനേ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി, പാതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, പാതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. മഹിമയിൽ കിരീടം ഞാൻ ചൂടി, അവൻ മുഖം ഞാൻ ദർശിക്കും. അന്നു ജീവൻ വേദി കാവിലൊഴുകിടുമേ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പാതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. അവിടെ ചെന്നിട്ട് മണവാളനെ കാണാമെന്നുള്ള ആവേശം നമുക്കുണ്ടെങ്കിലും ഇവിടെ വെച്ച് അവൻ്റെ രൂപത്തെ സ്വഭാവം കൊണ്ട് വെളിപ്പെടുത്തണം. നിന്നെ കണ്ട ക്രൗര്യ മനോഭാവം കാണരുത്, നിന്നെ കണ്ട യേശുവിനെ പോലെ തോന്നണം. അവൾ പറഞ്ഞു, എൻ്റെ മണവാളനാകുന്ന യേശുവിനെ ഇട്ടേച്ച് നിന്റെ പത്നിയായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. മണവാട്ടി സഭ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പോലെ ഇട്ട് കെട്ടി തല്ലി കീറി അകത്തൂന്നെടുത്തതാ മണവാട്ടിയെ, യേശുവിൻ്റെ മണവാട്ടിയെ. ഇട്ട് കെട്ടി തല്ലി കീറി അകത്തൂന്നെടുത്തതാ യേശുവിൻ്റെ മണവാട്ടിയെ. അതുകൊണ്ട് മണവാട്ടി സഭ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ 2 കരം അടിച്ച് ദൈവത്തിന് നന്ദി പറയുക. അവൻ എട്ടിച്ചു വരില്ല, അവൻ നിന്റെ മണവാളനാണ്. രാജാവ് പറഞ്ഞു, നിന്റെ മരണം അതിദാരുണമാണ്. പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, എത്ര വേദന വേണം സഹിക്കാൻ ഞാൻ തയ്യാറാ, കാര്യം യേശുവിന് വേണ്ടി. എൻ്റെ സഹോദര, പിന്മാറുകയില്ല, പിന്മാറത്തില്ല. അടിച്ചമർത്താൻ ശ്രമിക്കും തോന്നും കുതിച്ചു വരുന്നൊരു ശക്തിയാ സഭയുടെ ശക്തി.
ഒരാളെ നീ കൊന്ന് കുഴിച്ചു മൂടിയാൽ 1000 പേരെ എഴുന്നേൽപ്പിക്കാൻ കരുത്തനായവനാ സുവിശേഷത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ഒരു സ്തേഫാനോസിനെ നീ കല്ലെറിഞ്ഞു കൊന്നാൽ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശൗലിനെ അപ്പോസ്തലനാക്കി മാറ്റി. യെരൂശലേമിൽ നീ അവനെ കൊന്നെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ അപ്പോസ്തലനെ ആ മരണം മുഖാന്തരം പുറത്തെടുക്കാൻ കരുത്തുള്ളതാ സുവിശേഷം. എല്ലാവരും നോക്കി നിൽക്കെ. വിധി തീർപ്പ് കൽപ്പിച്ചു ചക്രവർത്തി. 2 രാജരഥങ്ങൾ കൊണ്ടുവന്ന് നിർത്തി. 2 രാജരഥങ്ങളുടെ നടുവിൽ കാത്തറിനെ കൊണ്ട് നിർത്തി. ഇടത്തെ രഥത്തിലേക്ക് ഇടത് കൈയും ഇടത് കാലും ചേർത്ത് കെട്ടി. വലത് സൈഡിലെ രഥത്തിലേക്ക് വലത് കൈയും വലത് കാലും ചേർത്ത് കെട്ടി. അവൾക്ക് മനസ്സിലായി ചക്രവർത്തി പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം, നിന്റെ മരണം അതിദാരുണമായിരിക്കും. ക്രിസ്തുവിനെ തള്ളിപ്പറയില്ല എന്നുറപ്പിച്ച് പറഞ്ഞതുകൊണ്ട് കിട്ടിയത് രക്തസാക്ഷിത്വ മരണമായിരുന്നു. ജനാവലി മുഴുവൻ നോക്കി നിൽക്കെ രഥം മുമ്പോട്ടുരുണ്ടു, ഒപ്പം കാതറിനും ഉരുണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചക്രവർത്തി പറഞ്ഞു, രഥം 2 സൈഡിലേക്ക് ഓടിക്കാൻ പറഞ്ഞു. 2 സൈഡിലേക്ക് രഥം ഓടിച്ചപ്പോൾ ആ കർത്തൃദാസി 2ആയി കീറിപ്പോയി. ഈജിപ്തിന് വേണ്ടി അല്ല, ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി മണ്ണിൽ രക്തം ചിന്തിയ സെന്റ് കാതറിൻ. ഇന്ന് രാത്രിയിലെ കൺവെൻഷനിൽ സഭയെ കർത്താവ് ചലഞ്ച് ചെയ്യുകയാ. എന്തോ പറഞ്ഞ് ഇഷ്ടകേട് സമ്പാദിച്ചിട്ട് കൈയടിക്കാതിരിക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് മുഖം പാടുന്നവരെ അല്ല എൻ്റെ കർത്താവിന് ഇന്ന് രാത്രി വേണ്ടത്. ആരോ കൈ തന്നില്ല എന്ന് പറഞ്ഞ് സഭ മാറുന്നവരെ അല്ല ഇന്ന് രാത്രി കർത്താവിന് വേണ്ടത്. എൻ്റെ വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ് മുഖം കറുപ്പിച്ചിരിക്കുന്നവരെ അല്ല എൻ്റെ കർത്താവിന് വേണ്ടത്. മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം പാടാത്ത ചിലരെ ഇന്ന് രാത്രി എൻ്റെ യേശുവിന് വേണ്ട. മുള്ളിന്റെ മുകളിൽ നിന്നാലും കരുത്തരായി നിൽക്കുവാൻ, ജീവനും മരണവും ഇതിന്റെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർത്താൻ കരുത്തരായ ചിലർ ഈ പന്തലിന്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആവേശത്തോടെ യേശുവേ ഞാൻ പുറകോട്ടില്ല. അല്പസമയം ആ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ത്യയിൽ അസാധാരണമായ പെർസിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാ. ക്രിസ്തീയ മിഷനറിമാരെ ആമേ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ഇത് ഇന്ത്യയിൽ ഒരു വലിയ റിവൈവൽ നടക്കാൻ പോകുകയാ. ആ റിവൈവൽ ഞാൻ കാണുമെന്ന് ഉറപ്പിച്ച ദൈവമക്കൾ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്. ആ ഉണർവ് നടക്കാൻ പോകുകയാ. വായി തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരു ഉണർവിന്റെ കാലമാണ്. ഉണർവിന്റെ കാലത്ത് പെർസിക്യൂഷൻ നടക്കുക, ഉപദ്രവങ്ങൾ നടക്കുക. പക്ഷേ ആ ഉപദ്രവങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഉണർവിലേക്ക് വന്നിരിക്കുക. അമ്മാവ് പറയുന്നു, നിന്റെ മിനിസ്ട്രി വേറൊരു ലെവലിലേക്ക് മാറാൻ പോകുകയാ. ഭയമില്ലാത്തൊരഭിഷേക, അന്ധകാര ശക്തിയെ അടിത്തറ ഇളക്കുന്ന ഒരു അഭിഷേക ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ തന്നത്. യൂസ് ചെയ്യുക. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില അഭിഷിക്തന്മാർ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കാനുള്ളവരാ.
അവർക്ക് ആദ്യം ചില ഉപദ്രവങ്ങൾ വരും, ചില പെർസിക്യൂഷൻ വരും, ചിലപ്പോൾ അറസ്റ്റ് വരിക്കേണ്ടതായി വരും. അപ്പോസ്തലനാകുന്ന പൗലോസ് ശ്ലീഹ കാരാഗൃഹത്തിൽ പോയില്ലേ? കാരാഗൃഹത്തിന്റെ അകത്ത് പോയില്ലേ? അതുകൊണ്ട് ഉണർവ് തീർന്നോ? ഇല്ല. ഓരോ കാരാഗൃഹവും കഴിയുമ്പോൾ ഓരോ അഭിഷിക്ത ദൂതുമായി താൻ പുറത്തു വരികയായിരുന്നു. എനിക്ക് അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നണില്ല. നിങ്ങളിവിടെ ഇരുത്തിയിട്ട് ഞാനെങ്ങനെ അവിടെ പോയി നിൽക്കണം എന്ന് ഓർത്തട്ടെ. എനിക്ക് ഇച്ചിരി ഫീഡ്ബാക്ക് ഇവിടെ തന്നാൽ മതി. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചോളാം, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ. അതാണ് നല്ലത്. അല്ല ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഈ ഒരു പാലം പണിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഉണർവ് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളെ ഉണർവിന് വേണ്ടി ആ ദൈവം അഭിഷേകം ചെയ്തതെന്ന് എത്ര പേർ വിശ്വസിക്കുക? അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നടക്കുകയില്ല. നിങ്ങൾ ഉണർവിനുള്ളയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും നടക്കുകയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി അവൻ്റെ പ്ലാൻ നടക്കാൻ പോകുകയാ, അവൻ്റെ പദ്ധതി നടക്കാൻ പോകുകയാ. കാര്യം നിങ്ങൾ ഉണർവിനുള്ളയാണ്. എല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇന്ത്യയിൽ പീഡ അനുഭവിക്കുന്ന മിഷണറിമാർക്കായി സ്തോത്രം ചെയ്തേ. പീഡ അനുഭവിക്കുന്ന മിഷണറിമാർക്കായി സ്തോത്രം ചെയ്തേ. തിരുവനന്തപുരംകാരെ, ഇന്ന് ഇന്ത്യയുടെ മിഷന് വേണ്ടി ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് പോകുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ പോകുന്ന സ്റ്റേറ്റിലെല്ലാം നമ്മുടെ സഹോദരങ്ങളെ കാണാറുണ്ട്. ഈ ജില്ലയെ ദൈവം അങ്ങ് മിഷന്റെ ജില്ലയാക്കി മാറ്റുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ഒരു റിക്രൂട്ട്മെന്റ് നടക്കാൻ പോവാ. ആർമിയെ സെലക്ട് ചെയ്യാൻ പോവാ. ഇവിടെ കൊണ്ട് അസ്തമിക്കരുത്. ഉത്തരേന്ത്യയിലേക്ക് വേലക്കാരെ അയക്കണം. ഗ്രാമങ്ങളെ വിടുവിക്കണം. പല ഭാഷക്കാരുടെ കെട്ടഴിക്കണം. സൈക്കിളിൽ ഭർത്താവും ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ സൈക്കിളെ വരുമ്പോൾ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി തട്ടി താഴെയിട്ടു. ആ ഭാര്യയുടെയും 2 കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ച ഭർത്താവിനെ വെട്ടി കൊന്നു. സുവിശേഷകനായ ഒരു ഭക്തൻ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പിടഞ്ഞു മരിക്കുക. നോക്കി നിന്ന് അലറിക്കരയാനല്ലാതെ ആ ഭാര്യയ്ക്ക് കരുത്തില്ല. സാറേ, സുവിശേഷകനെ വെട്ടി നുറുക്കിയാലും സുവിശേഷത്തെ തൊടാൻ നിനക്കൊക്കത്തില്ല. സുവിശേഷം ഒരു ശക്തി മാത്രമല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. അവന്റെ പേരാ യേശു. Paskara chasta bakana ribadagala hachasi hamdala ya bakana. Yes, yes, yes. രണ്ട് കുഞ്ഞുങ്ങളെ കോരിയെടുത്ത് മാറോടണച്ച് പൊട്ടിക്കരയുന്ന ആ അമ്മ പൊക്കോളം പറഞ്ഞ് ജീവൻ വേണേ, വേറെ ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി താമസിച്ചോ, ഇവിടെ വേണ്ട. ആ കുഞ്ഞുങ്ങളെ ഒക്കത്ത് കോരിയെടുത്ത് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന അമ്മയെ നിങ്ങളൊന്ന് കണ്ടേ.
ആർക്ക് വേണ്ടിയെന്നറിയാമോ? സുവിശേഷത്തിന് വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കൊണ്ട് ദൈവത്തിന് വേണ്ടത് കരുത്തരായ ചിലരെയാ, ചില ശക്തന്മാരെ വേണം. അങ്ങനെ ചിലത് ഇതിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ട്. ചില ശക്തന്മാരെ ദൈവത്തിന് വേണം. ആ 2 കുഞ്ഞുങ്ങളെയും കോരിയെടുത്തുകൊണ്ട് അപ്പുറത്തെ ഗ്രാമത്തിൽ പോയി ദീനരോധനത്തോടെ കരയുന്ന അമ്മയോട് കർത്താവിൻ്റെ ഒരു ശബ്ദം. പേടിച്ചിരിക്കുകയല്ലേ? പേടിക്കണ്ട, പൊക്കോളാൻ പറഞ്ഞു. അതേ ഗ്രാമത്തിലോട്ട് മക്കളെ കോരി എടുത്തിട്ട് പറഞ്ഞ്, എന്നെ കൊന്നാലും ശരി, എൻ്റെ ഭർത്താവിൻ്റെ രക്തം വീണ ഗ്രാമം വിടുവിക്കപ്പെടാൻ ഞാൻ പോവാ. ഓട്, ഇന്ത്യയിൽ നെടുകയും കുറുകയും ഓട്, ഗ്രാമങ്ങളെ യേശുവിന് വേണ്ടി വിടുവിക്ക്. ഇതിൻ്റെ അകത്തുനിന്നൊരു സൈന്യത്തെ പുറത്തെടുക്ക്. കുറെ തിമോത്തിമാർ എഴുന്നേൽക്കട്ടെ, കുറെ കാതറിന്മാർ എഴുന്നേൽക്കട്ടെ. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഗോത്രത്തലവൻ ഖാസിയായിൽ അലറി വിളിച്ചു, യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ, കൊന്നുകളയും പിള്ളേരെ. തനിക്കറിയാം കൊല്ലും. 2 കുഞ്ഞുങ്ങളെ അറുത്ത് താഴെയിട്ടു. ചോരയിൽ പിടഞ്ഞ് മരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടൊരപ്പൻ, പേര് നൊക്സാൻ, വീർപ്പുമുട്ടി നിലവിളിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതേ കത്തി ഭാര്യയുടെ കഴുത്തിൽ വന്നു. പറ്റുമോ യേശുവിനെ ഇട്ടേച്ച് പോരാൻ? നോ, അവനെ ഇട്ടേച്ച് പോകുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി കരുത്താർജിക്കണം. യേശുവിനെ പറയണം, എന്തെല്ലാം പ്രശ്നം വന്നാലും. പോൾ പറഞ്ഞു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ഭാര്യയും പിടഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച കണ്ട് കരയാനല്ലാതെ നൊക്സാങ്ങിനൊന്നും പറ്റിയില്ല. കൊന്നു നിലവിളിക്കുന്ന ഗോത്രത്തലവൻ കത്തി ചൂണ്ടി. പറ്റുമോ? ഇല്ല. ഞാൻ നോർത്ത് ഈസ്റ്റിലെ കാര്യം പറയണേ, പറ്റില്ല. ഇന്ത്യയിലെ കാര്യം പറയണേ, പറ്റില്ല. എടേ, ഒരാൾ പിന്മാറ്റത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഒരാളെ പോയിട്ടുള്ളൂ. ഒറ്റ യൂതയെ തൂങ്ങി ചത്തുള്ളൂ. ബാക്കി 11 തീ പോലെ നിൽക്കുക. കൊന്നു താഴെയിട്ടു. ഇന്ത്യക്ക് വേണ്ടി അല്ല, ക്രിസ്തുവിന് വേണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷികൾ നൊക്സാങ്ങും ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും. നിങ്ങൾ കണ്ടു, ഇന്ത്യയിൽ അസാധാരണ റിവൈവൽ നടക്കാൻ പോവാ. കേരളത്തിലെ ആദ്യത്തെ മലയാളി രക്തസാക്ഷി ഇവിടെ നിങ്ങളുടെ നാട്ടുകാരനാണ്, ദേവസഹായം പിള്ള. കേരളത്തിലെ ആദ്യത്തെ മലയാള രക്തസാക്ഷി, കൊല്ലംകാരൻ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കണക്കപ്പിള്ളയായിരുന്ന ദേവസഹായം പിള്ള. ഒരു മിഷണറി വന്ന് യേശുവിനെ പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച തന്നോട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പറഞ്ഞു, തള്ളിപ്പറഞ്ഞ് തിരിച്ചു പോരാൻ പറഞ്ഞു. താൻ പറഞ്ഞല്ലോ, ഹൃദയം കൊടുത്തതാ, തിരിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. യേശു തേരാ നാം सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है, यीशु तेरा नाम
सबसे ऊंचा है यीशु तेरा नाम, सबसे ऊंचा है. हालेलൂയ. അദ്ദേഹത്തെ 8 താലൂക്ക് അധികാരികളുടെ മുമ്പിൽ വിസ്തരിച്ചു. അവസാനം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു എരുമയുടെ പുറത്തിരുത്തി മുരിക്കിൻ പൂവ് കൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലിട്ട് അപമാനിച്ച് ഇവിടെ നിന്ന് എരുമപ്പുറത്തിരുത്തി നടത്തിക്കൊണ്ടു പോകുന്ന വഴി എരുമയുടെ പുറത്ത് നിന്ന് താഴെ വീണ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ആ എരുമ തന്നെ വഴിയിൽ വലിച്ചുകൊണ്ടാ പോയെ. റോട്ടിൽ ശരീരം ഉരഞ്ഞ് പൊട്ടി രക്തധാരിയായവൻ മാർത്താണ്ഡം എത്തുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് പടയാളികളോട് അപേക്ഷിച്ചു, ഒരിറ്റ് ദാഹജലം തരാമോ? അവർ എരുമയെ അവിടെ നിർത്തി ഒരു പാറയുടെ സൈഡിലേക്ക് ചാരിക്കടത്തി ദേവസഹായം പിള്ളയെ വഴിയിൽ കൂടി ഒഴുകിപ്പോകുന്ന കറുത്ത നിറമുള്ള ചെളിവെള്ളം അരുവി, ആ വെള്ളം കോരിക്കൊടുത്ത് കുടിക്കടാന്ന് പറഞ്ഞു. എങ്ങനെ കുടിക്കും? ചാരിക്കിടന്ന പാറയിൽ 2 കൈയുടെ മുട്ടുകൊണ്ട് ഒരൊറ്റ ഇടിയിടിച്ച് ഒരൊറ്റ വിളിയ, എൻ്റെ യേശുവേ. പാറ 2ആയി പിളർന്നു, കുടിവെള്ളം പുറപ്പെടുകയാ. അതാണ് ആ പാറയ്ക്ക് മുട്ടിടിച്ചാൻ പാറ എന്ന് പേര് വന്നേ. മാർത്താണ്ഡത്തോട്ട് പോകുമ്പോൾ ഒന്ന് തപ്പണം, മുട്ടിടിച്ചാൻ പാറ എവിടാന്ന്. ആ റോഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഇന്നും ഒഴുകുകയാണ്. നാഗർകോവിലിനടുക്കുമ്പോൾ കാറ്റാടിമല എന്ന് പറയുന്ന ഒരു മൗണ്ട് ഉണ്ട്. കാറ്റാടിമലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അതിന് താഴെയുള്ള ജയിലിൽ 3 ദിവസം ജയിൽവാസം അനുഭവിച്ചു. പുറത്തു കൊണ്ടുവന്നിട്ട് എങ്ങനെ വേദനിപ്പിക്കാമോ അങ്ങനെയെല്ലാം വേദനിപ്പിച്ചു. കൈയും കാലും കെട്ടി കാൽവെള്ളയിൽ 30 പ്രാവശ്യം ചാട്ടവാറുകൊണ്ട് അടിപ്പിച്ചു. വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്ത് വറ്റൽ മുളകിട്ട് മുഖം അതിലേക്ക് അമർത്തി കെട്ടിവെച്ചിട്ട് മുളക് വെള്ളത്തിൻ്റെ ആവി പിടിപ്പിച്ചു. അകം മുഴുവൻ തകർന്നു. ചുണ്ണാമ്പ് ചൂള തുറന്ന് അതിൻ്റെ അകത്തിട്ട് അടച്ചു. കുരങ്ങുകളും തേളുകളും വിഷപ്പാമ്പുകളുമുള്ള ഗുഹയ്ക്കകത്തേക്ക് വാ മൂടിക്കെട്ടി ഇട്ടിട്ട് അകത്തേക്കിട്ട് അദ്ദേഹത്തെ അടച്ചു. കരച്ചില് പോലും കേൾക്കണ്ട. മുരിക്കിൻ പത്തൽ കൊണ്ട് വെട്ടി തല്ലി കീറി. ശരീരം തല്ലി കീറുമ്പോൾ നടന്നു വരിക ഭാര്യ ഭർത്താവിനെ കാണാൻ. ആ രംഗം വേദനയാ. വേദന പൂണ്ട് ഭർത്താവ് പറഞ്ഞു, സാരമില്ല, യേശുവിന് വേണ്ടിയാ. യേശുവിന് വേണ്ടിയാ. അവസാനം ഭാര്യയെ കണ്ട് ബൈ പറഞ്ഞ് കാറ്റാടിമലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുവാൻ പോയി. അദ്ദേഹം പറഞ്ഞ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അവസാനമായി താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹത്തെ ഗണ്ണെടുത്ത് പട്ടാളക്കാരൻ ഷൂട്ട് ചെയ്തിട്ട് ബുള്ളറ്റ് തെറിക്കുന്നില്ല. അവരാകുന്ന നോക്കിയിട്ട് വെടിയുതിർക്കാൻ പറ്റുന്നില്ല. മുട്ടുകുത്തി നിൽക്കുന്ന ദേവസഹായം പിള്ള ചോരയൊലിപ്പിച്ചുകൊണ്ട് താൻ പറഞ്ഞു, ഗണ്ണെൻ്റെ കൈ തരു, ഞാൻ പ്രാർത്ഥിച്ചു തരാം. ഒന്ന് ചാടി എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേറ്റേ. താൻ ആ ഗണ്ണ് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തു. ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഷൂട്ട് ചെയ്തു. പിടയാൻ തുടങ്ങി ദേവസഹായം പിള്ള. ആ ഉയർന്ന കാറ്റാടിമലയിൽ നിന്ന പട്ടാളക്കാർ അദ്ദേഹത്തെ താഴേക്ക് വലിച്ചെറിഞ്ഞു. ആ ശരീരം ചിന്ന ഭിന്നമായി പോയി. മലയാളക്കരയിൽ യേശുവിന് വേണ്ടി രക്തം ചിന്തിയ ആദ്യത്തെ രക്തസാക്ഷി. ചലഞ്ച് ചെയ്യുക. ഓടാമോ യേശുവിന് വേണ്ടി?
ഓടാവോ യേശുവിന് വേണ്ടി? ഇന്ത്യയിൽ ഒരു മിഷണറിയായി പോകാവോ? അവിടെ എൻ്റെ സഹോദരങ്ങൾ പലരും വന്ന് നിൽപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിൽ മിഷണറിമാരായി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുക. ക്രിസ്തുവിന് വേണ്ടി എന്തും ത്യജിക്കുന്ന കുറേ എണ്ണം ഉണ്ട് ഇവിടെ. ഒന്നും നേടാത്ത കുറേ എണ്ണം ഉണ്ട്. എല്ലാം വലിച്ചെറിയുന്ന കുറേ എണ്ണം ഉണ്ട് ഇവിടെ. ഇനി അങ്ങോട്ട് അവരുടെ കാലമാണ്. ഇനി അങ്ങോട്ട് അവരുടെ കാലമാണ്. ഷാഹിബ 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 റഖിബല ഖശലബ ഖതലകബ റന്തതത കലകബ ശിഖബലകബ റിമതകലകബ ശിയന്തലിയ ബഖലക ഷാഹിബല റബ ഖതനകബ റതകത ഖതല ഖതലകബ ശിബദബലകബ. പലപ്പോഴും ഇവിടെ പല കാര്യവും ചെയ്ത് മനസ്സ് മടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഇവിടത്തേക്കല്ല നിന്നെ അഭിഷേകം ചെയ്ത്, ഒരു രാജ്യത്തിന് വേണ്ടിയാ നിന്നെ അഭിഷേകം ചെയ്ത്. തൊട്ടോണ്ടിരിക്കുക, കർത്താവ് പലരെയും തൊട്ടോണ്ടിരിക്കുക. ചുട ഫല ഖദരിയ ഖദരിയ. നിന്നെ ഇവിടത്തേക്കായിരിക്കില്ല അഭിഷേകം. നിന്നെ അഭിഷേകം ചെയ്തത് ദൂരങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഷാദിബ ഷാദിബ ലഗബചന കസ്കൽ ഖതരിഗബ ശംദലബ അറബി അംദൽ ഖമനി റഗദലയ പ്രൗശസിയ അചൽ ഖമന ഗബൗശബലഗസിയ. മടുത്തിരിക്കുകയാണോ? ഇന്ന് രാത്രി നീ ചാർജ് ആവുകയാ. നീ ഓടാൻ പോവാ. നിന്റെ കാലുകൾ മാൻപേടെ കാലുകൾക്ക് തുല്യമായ കാലുകളാക്കി തമ്പുരാൻ തരാൻ പോകുക. ഗിരികളിൽ മേൽ നിന്നെ നിർക്കുമാറാക്കുന്നവൻ, ഉയരങ്ങളിൽ മേൽ വാഹനമേറ്റുന്നവൻ, പിശാചിന്റെ കോട്ടയ്ക്കകത്തേക്ക് അഗ്നി പോലെ പറന്നിറങ്ങേണ്ടവൻ. ഇന്ന് രാത്രി നിന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകം, മിഷന്റെ അഭിഷേകം ദൈവം തരികയാ. ഒരു സഭയ്ക്കകത്ത് ഒതുങ്ങാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്തേ. ഒരു നാലുകെട്ടിന്റെ അകത്ത് ഒതുങ്ങാനല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്തേ. നിന്നെ അഭിഷേകം ചെയ്തത് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയാ. എൻ്റെ സഹോദരങ്ങൾ, ഞങ്ങളുടെ അനിൽജിയുടെ കൂടെയുള്ള സഹോദരങ്ങളെല്ലാം എൻ്റെ അടുത്തോട്ടൊന്ന് വന്നേ. നോർത്ത് ഇന്ത്യയിൽ മിഷൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരൻ എൻ്റെ അടുത്തേക്ക് വാ. എൻ്റെ കൂടെ വന്ന് നിന്നാട്ടെ. 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുക. മൽഖോ റബ ഷാൻതലയ ബഖാന. ഒന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സബ റബ. ട്രിവാൻഡ്രത്ത് നിന്നൊരു ആർമി ഉണ്ട് എനിക്കിവിടെ. തിരുവനന്തപുരം ആർമി. ദൈവരാജ്യത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്ക് ഓടിയെത്താൻ കരുത്തരായ കുറെ സൈന്യ ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുകയാ. അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുന്നത് ഈ നാടിന് വേണ്ടി മാത്രമായിരിക്കുകയില്ല, ഒരു രാജ്യത്തെ പിടിക്കാൻ. നാം ഒന്നിച്ചു നിന്നാൽ ഇന്ത്യ വിടുവിക്കപ്പെടും. നാം ഒന്നിച്ചു നിന്നാൽ ഇന്ത്യയിൽ റിവൈവൽ ഉണ്ടാകും. എത്ര പേരാ റിവൈവൽ കാണുമെന്ന് ഉറപ്പിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ട്. यीशु तेरा नाम सबसे ऊंचा है. Come on. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति देता वो ना चंगाई. जिस नाम में है जिंदगी यीशु है बोला. जिस नाम में है बंदगी यीशु है बोला. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम सबसे ऊंचा है. यीशु तेरा नाम. जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति देता वो ना चंगाई. जिस नाम में है जिंदगी
है वो नाम जिस नाम में है बख्तगी, यीशु है वो नाम, यीशु तेरा नाम सबसे ऊंचा है, 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 यीशु तेरा नाम ऊंचा है। हालेलुया, बोलो यीशु मसीह की। ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എന്തു വന്നാലും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തിനൊരു ജനറേഷൻ വേണം. ഒരു തലമുറ പോകും, അടുത്ത തലമുറ വരും. അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ സഭയെ കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത ദിവസം വിജയവാഡയ്ക്ക് പോകുക, ആന്ധ്രാപ്രദേശിന്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യും. നിങ്ങൾ ചെല്ലുമ്പോൾ ഭൂതം അലറി മാറട്ടെ, നിങ്ങൾ ചെല്ലുമ്പോൾ ദുരാത്മാക്കൾ വിട്ട് മാറട്ടെ, ഇവർ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ നാട് വിടുവിക്കപ്പെടട്ടെ, യേശുവിൻ്റെ ശക്തി അവിടെ ഇറങ്ങട്ടെ. പൗലോസ് ദമാസ്കസിൽ നിന്ന് യെരൂശലേമിൽ വന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയുണ്ടായി. വിവശതയിൽ കർത്താവ് തന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ദൂരത്തയക്കുകയാണ്. അതാ ഇന്ന് പകല് നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഡെലിവറി ചെയ്തേ, ദൂരത്തയക്കുന്നൊരു അഭിഷേകം. ചിലതന്നെ ജാതികളുടെ അപ്പോസ്തലന്മാരാക്കി തമ്പുരാൻ അങ്ങ് അനോയിന്റ് ചെയ്യുകയാണ്. മനുഷ്യൻ റിജക്ട് ചെയ്ത് ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? തമ്പുരാൻ നിന്നെ മൈറ്റിയായി യൂസ് ചെയ്യാൻ പോവാ. ഇതുവരെ ഓടാൻ കഴിയാതെ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓടാൻ തയ്യാറായിക്കൊള്ളുക. ശക്തമായി ആത്മാവ് നിന്നെ ദൂരങ്ങളിൽ ഓടിക്കാൻ പോവുകയാ. എത്ര പേർക്കൊരു മിഷനറി ആയി പോകാൻ ആഗ്രഹമുണ്ട്? ധൈര്യത്തോടെ കാര്യം എന്നോട് ചേർന്ന കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഒരു മിഷനറി ആയി പോകാൻ. പിന്നെ കാണത്തെ എത്ര കരങ്ങളാണ് ഉയർന്നു നോക്കിയേ. പിന്നെ ഒത്തിരി ചെറുപ്പക്കാരുടെ കരങ്ങൾ ഉയരുന്നുണ്ട്. മദറങ്കലക്ക ബക്ക, ഒത്തിരി യങ്സ്റ്റേഴ്സിൻ്റെ കരങ്ങൾ ഇതിൻ്റെ അകത്ത് ഉയരുന്നുണ്ട്. അറബി അംദൽ ഖമനി ശബദപര ബദജനക ബൗ ശമനകതര ഹത്തനിക ബൗ ശബ്ദരാധന അറഖബദജനക. ഒരു മിഷനറിയായി പോകാൻ തയ്യാറുള്ളവരുടെ കരങ്ങളാണ്. ആ കര ഉയർത്തിയവരെല്ലാം എൻ്റെ അടുക്കിലേക്കൊന്ന് വന്നേ. ആ കര ഉയർത്തിയവരെല്ലാം ഒരുമിച്ച് നിന്ന് ആ കൈ ഉയർത്തിയവരെല്ലാം ഒരുമിച്ച് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് നിന്ന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. റൈച്ചസ് ബിക്കോറിയ മസറൻ ചാസ്റ്റിബി. നമ്മുടെ ഈ സഹോദരങ്ങളെല്ലാം നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിൽ ഓടുന്നവരാണ്. എനിക്കറിയാം, പേഴ്സണലി അറിയാം. എൻ്റെ കൂടെ ഒറീസയിലും നോർത്ത് ഇന്ത്യയിൽ വരുന്ന സഹോദരന്മാരാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. പുറകിൽ നിൽക്കുന്നവരല്ല. ഉത്തരേന്ത്യയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ട്രിവാൻഡ്രത്തു നിന്ന് ഒത്തിരി പേർ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക, വാ നമുക്ക് ഒരുമിച്ച് പോകാം. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ളേറോശാലെ നിത്യഗൃഹ. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലുള്ളേറോശാലെ നിത്യഗൃഹ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടോ രക്ഷകനാ. അന്ത്യശ്വാസം ഓ രക്തസാക്ഷികള സ്നേഹിതരോ സ്വാഗതം ചെയ്യും
മഹൽ സദസ്സിൽ രക്തസാക്ഷികളാം സ്നേഹിതരോ സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യോ. രക്ഷകനാ അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടോ. രക്ഷകനാ അന്ത്യശ്വാസം വരെയോ യാത്ര ചെയ്യോ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവേ. ബ്ലസ് ചെയ്തേ. ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം കൈവച്ചൊന്ന് അനുഗ്രഹിച്ചേ. ഓ ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയോ യാത്ര ചെയ്യോ. ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയോ അന്ത്യശ്വാസം വരെയോ അന്ത്യശ്വാസം. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യവീടൊന്നും അവിടെ എത്തി കർത്തനോടു കൂടെ യാത്ര ചെയ്യോ. ഞാൻ യേശുവിനാ ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടോ. സഹോദരങ്ങളെ, ഞാനും എൻ്റെ ചർച്ചിലെ എൻ്റെ സഹോദരൻ ഞങ്ങളുടെ ബൈജൂസ് ഞങ്ങൾ രണ്ടുപേരുടെ മധ്യപ്രദേശിലെ ഒരു മിനിസ്ട്രിക്ക് പോയപ്പോഴാണ് അവരെന്നെ അറസ്റ്റ് ചെയ്തു. 6:30 ഇരച്ചു കയറിയവർ 8:30 അറസ്റ്റ് രേഖപ്പെടുത്തി അകത്തിട്ടു. എന്തും ചെയ്യാൻ മടിക്കാത്ത ലോകം. ഒരു മീറ്റിംഗ് പോലും നടത്താൻ സമ്മതിച്ചില്ല. ഒന്നും ചെയ്യാനൊക്കെ ഇട്ട ഡ്രസ്സിൽ അറസ്റ്റ് ചെയ്ത് അകത്ത് കൊണ്ടിട്ടു. സുവിശേഷകനെ കൊല്ലാനേ നിനക്ക് പറ്റൂ. സുവിശേഷത്തെ തൊടാൻ പറ്റത്തില്ല. ഉത്തർപ്രദേശിൽ ഒരു കർത്തൃദാസിയെ മകളെ അറസ്റ്റ് ചെയ്ത് 48 ദിവസം ജയിലിലിട്ടു. 48 ദിവസം കൊണ്ട് 46 പേരെ അവൾ നേടി. 48 ദിവസം കൊണ്ട് ശുശ്രൂഷയായിരുന്നു. ജയിലിൻ്റെ അകത്ത് ശുശ്രൂഷ നിർവഹിക്കാൻ ജയിലിൽ പോകാതെ വേറെ വഴിയൊന്നുമില്ല. അവസാനം പോൾ എഴുതി, കൈസരുടെ അരമനയിലെ വിശുദ്ധന്മാരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേടിയവരും കൂടി പറയാം, ഞങ്ങളുടെയും കൂടി സല്യൂട്ട് അവർക്ക് കൊടുത്തേക്കാൻ. തോട്ടാനൊക്കെയല്ല, ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുക. തീ പോലെ നിൽക്കേ. രക്തസാക്ഷിയാകേണ്ടി വന്നാലും മിനിസ്ട്രി തീർന്നിട്ട് രക്തസാക്ഷിയാകുക. അതുവരെ ഓടി നടക്കുക. ആയുസ് തീരുന്നത് വരെ പറക്കുക.
ഫിലേമോന് ലേഖനം എഴുതുമ്പോൾ പോൾ പറഞ്ഞു, വയസ്സനായ ഞാൻ എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടാ. വെട്ടിക്കോ, പോകാൻ തയ്യാറായി. വിട്ടുപിരിഞ്ഞാൽ പിന്നെ അബ്രഹാമിൻ്റെ മടിയിലോട്ടല്ല പോകുന്നത്. പോളിൻ്റെ വെളിപ്പാട് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ അടുത്തോട്ടാണ്. ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റാ, മീഡിയേറ്റർ ഒന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് പോവുക. ചലഞ്ച് ചെയ്യുക. ഈ മീറ്റിംഗ് പ്രസംഗ പരമ്പരയല്ല. ഈ മീറ്റിംഗ് ഒരു സൈന്യത്തിൻ്റെ പുറപ്പാടിന് ഹേതുവാകണം. ബുക്ക് ഓഫ് എക്സോഡസ് ഒരു സൈന്യത്തിൻ്റെ പുറപ്പാടിന് ഹേതുവാകണം. യെസ്, ഒരു എക്സോഡസിന്റെ കാലം വന്നിരിക്കുക. ഒരു സൈന്യം പുറപ്പെടാൻ പോകുകയാ. നീയും അതിൻ്റെ അകത്തൊരു കണ്ണിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനോയിന്റിംഗ് ഇംപാർട്ട് ചെയ്യുകയാ. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മുഴുവൻ അവർ യാത്ര ചെയ്യട്ടെ. ദൈവരാജ്യത്തിൽ അവർ തീഗോളമായി മാറട്ടെ. അവർ തൊടുന്നിടത്തെല്ലാം ആത്മാവിൻ്റെ തീ കത്തട്ടെ. അപ്പാ, പെരുങ്കടവിള ദേശത്തൊരു റിവൈവൽ ഉണ്ടാകട്ടെ. അതിനവിടുത്തെ അഭിഷിക്തനെ ഉപയോഗിക്കണം. അടുത്ത ദിവസം ആന്ധ്രയിലേക്ക് താൻ മൂവ് ചെയ്യുക. കാത്തട്ടെ കർത്താവേ, കാത്തട്ടെ, ആളിക്കത്തട്ടെ ദൈവത്തിൻ്റെ തീ. അടിയൻ ആത്മാവിൽ വിളിച്ചിവിടെ വന്ന് നിൽക്കുന്ന ഇത്രയും പേരെ ഞാൻ അനോയിന്റ് ചെയ്യുന്നു. അവർ അഭിഷിക്തരായി പോകട്ടെ. അവർ രോഗികളെ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങളെ അഴിക്കട്ടെ, ഭൂതങ്ങളെ അവർ പുറത്താക്കട്ടെ. എൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഇന്ത്യയിൽ ചലനം നടന്നിരിക്കും. ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന് പറയുന്ന ചില അഭിഷിക്തന്മാരെ ഇതിൻ്റെ അകത്തുനിന്ന് ഇന്ത്യക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആഹാബിൻ്റെ രഥത്തെ ഓടി തോൽപ്പിച്ച അഭിഷിക്തനെ പോലെ അന്ധകാരത്തെ ജയിക്കുന്ന ചില അഭിഷിക്തന്മാരെ ഇതിൻ്റെ അകത്ത് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.